വീട്ടിൽ ശരിക്കും യാഥാർത്ഥ്യം ശരിക്കുന്നില്ല ആണോ? എന്നിട്ട് ഒരു വിവാഹത്തിനൊന്നും ഒരു തടസ്സം പറയും. ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ആണോ? അദ്ദേഹത്തിന്റെ ഒക്കെ അറിയായിരുന്നു. ഇവരെപ്പോഴും അറിഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് ചെറിയൊരു ഉത്സവമായിരുന്നു. അല്ല വലിയ സൂട്ടുകൾക്കൊക്കെ അറിയാമല്ലോ. എന്നിട്ടും പിന്നെ വീട്ടിൽ അറിഞ്ഞപ്പോ വലിയ ഇഷ്യൂ ആയിരുന്നു. വീട്ടിലുണ്ടായിരുന്നു പറഞ്ഞാലും ഈ യാഥാർത്ഥ്യത്വവും വലിയ പുരോഗമനം പറയുന്ന ആളുകളെ പോലുള്ള ഒരു എടുത്തിയാത്രല്ല അങ്ങനത്തെ രണ്ട് പുരോഗമനം പറയുകയും നിരീശ്വരവാദിയാണെന്ന് പറയുകയും എന്റെ ഗുരുവായൂരപ്പാന്ന് വിളിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതി. നിരീശ്വരവാദം പറഞ്ഞിട്ട് മക്കളെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചല്ലേ പള്ളി കൊണ്ടുവച്ച് വിവാഹം കഴിപ്പിക്കുന്ന അതുപോലുള്ള ഒരു കപടതയില്ലാതെ അവര് വന്നതിനെ തീർച്ചയായിട്ടും സ്വീകരിക്കുകയും ഞങ്ങളോട് നല്ല രീതിയിൽ തമ്മിൽ പെരുമാറിയിരിക്കും. ബന്ധുക്കളുടെ ബന്ധുവിന്റെ അച്ഛനമ്മ കൊച്ചച്ഛൻ അനുജൻ മറ്റു ബന്ധുക്കൾ ഇപ്പോഴും പക്ഷേ എല്ലാ ബന്ധുക്കളും നല്ല കാര്യമായിട്ട് അല്ല മറ്റു ബന്ധുക്കളാണോ നോക്കണ്ടല്ലേ എന്നെ സംബന്ധിച്ച് അന്യമതമായതുകൊണ്ട് മാത്രമാണ് അത് സാമ്പത്തികത്തിന്റെ അങ്ങനെ വല്ലതാണ് മതത്തിന്റെ മാത്രമാണ്. ഇപ്പം ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കോമൺ ചോദ്യമായിട്ട് ചോദിക്കാം. ഈ നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിൽ മതം ഒരു വിഷയമല്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് വെച്ചാല് എവിടെയൊക്കെയോ പ്രണയമില്ലാതെ പോകുന്നുണ്ടോ എന്നുള്ളൊരു ഇത് അറിയാൻ വേണ്ടി മാത്രമാണ്. എൻ്റെ ഒരു ആൻസൈറ്റി കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. പ്രണയികളായിട്ട് ഇരുന്നിട്ട് ശേഷം വിവാഹത്തിലേക്ക് വരുന്ന ഒരു കാലത്തിന് ഒരുപോലെ കാണാൻ പറ്റും. ഞാൻ തന്നെ ഇതിനൊക്കെ ഞങ്ങൾ ഒരിക്കലും എന്താ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പ് പതിനാല് നടന്നപ്പോഴേക്കും ഇതുപോലെ ഇൻട്രാക്ഷൻ ആക്കി കഴിക്കും. നേരത്തെ എങ്ങനെ ഇതിലേക്ക് കാണുന്നത് ഞാനപ്പോൾ പറഞ്ഞു ഒന്നിതാണ്. അതിലേക്കും പ്രണയത്തിനും വേണ്ടി ജീവിതത്തിലേക്ക് ആത്മഹത്യ ചെയ്തവരാണ് എല്ലാവരും. പ്രണയത്തിനും കവിതയ്ക്കും വേണ്ടി ജീവിതത്തിലേക്ക് ഒരാൾ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് കവിതയാണ്. അപ്പം അങ്ങനത്തെ അവസ്ഥയുണ്ട്. അപ്പൊ ഇത് ആദ്യം പറഞ്ഞ കാര്യങ്ങളിലകപ്പെട്ടു. അപ്പൊ അവരുടെ ഒരു നിരീക്ഷണം ഉണ്ടാവില്ല അല്ലെ അതിനുള്ള അതെങ്ങനെ കാണുന്നു അതാണ് അതാണ്. അപ്പോൾ ഈ രണ്ടവസ്ഥകളും ഒന്ന് ആശയ പ്രകടനത്തിന്റെ ആവശ്യം വളരെ അധികമാണ്. ഞാൻ ഹിന്ദുവിന് അല്ലെങ്കിൽ മറ്റൊരാൾ രണ്ടുപേർ തമ്മിൽ സ്നേഹിക്കുമ്പോൾ പ്രകടനപരതയ്ക്ക് ഒത്തിരി പ്രാധാന്യം. അപ്പം അത് പ്രകടിപ്പിച്ച മതി. രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോൾ അവരൊരുമിച്ചായി കഴിഞ്ഞു. പിന്നീട് ഞാൻ എപ്പോഴും കെട്ടിപ്പിടിച്ചിട്ട് ഹിന്ദു ഞാൻ പ്രകടനത്തിൽ ആവശ്യമില്ല. അണ്ടർസ്റ്റുഡാണ് നമുക്ക് ആ യൂണിറ്റ്. ഞങ്ങളിപ്പോ 10 വർഷം കഴിഞ്ഞു ജീവിച്ചോളാം. എപ്പോഴും പോകുന്ന ആ സ്നേഹം പ്രണയം ഉള്ളതുകൊണ്ടാണ്. എപ്പോഴെങ്കിലും അതൊരു പൈങ്കിളി ചോദ്യമാണ്. എന്നാലും വെറുതെ ഒരു രസത്തിന് വേണ്ടി ഞാൻ ചോദിക്കുന്നത്. എപ്പോഴെങ്കിലും ഇതിലേക്ക് ഒരു പ്രണയ കവിത ചൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ടോ? അത് അതിനെ പറ്റി എഴുതിയിരുന്നു. പല ചോദ്യമാണ്. ആ കവിത ഒന്ന് ചൊല്ലാം. മഴ തൊടുമ്പോൾ മഴ തൊടുമ്പോൾ നീ തൊട്ട പോലയൻ കരളിലാർദ്രമായി കുറുകുന്നു പ്രാവുകൾ. മഴ തൊടുമ്പോൾ നീ തൊട്ട പോലയൻ കരളിലാർദ്രമായി കുറുകുന്നു പ്രാവുകൾ. വരിക നനയാം നടക്കാം കുട പിടിക്കാതെ ഒരുപാടു ദൂരം. വരികയായി വർഷകാലത്തിനോർമ്മകൾ കടകുചാരാൻ മറന്നതാം രാത്രിയിൽ ഇന്ദ്രിയങ്ങൾ നടുങ്ങുന്ന ഭീതി തൻ മുള്ളുകൊർത്തതാം മുറിവിൽ മരുന്നുമായി. നീ മഴയ്ക്കൊപ്പമെത്തുന്ന സന്ധ്യയും വേനലിൽ തൊട്ടുമായും കിനക്കളും. വരിക പോകാം
നമുക്കാ കടൽ കറി അഴക് കഞ്ഞിടും തിരകളെ കണ്ടിടാം. വരിക നനയാം നടക്കാം കുട പിടിക്കാതെ ഒരുപാട് ദൂരം. വരിക നനയാം നടക്കാം കുട പിടിക്കാതെ ഒരുപാട് നേരം. എഴുതിയാണോ അതില് നല്ല സുഖമുണ്ട്, നല്ല ഒരു മൂന്നാഴ്ച ചൊല്ലില്ലേ ചേച്ചി? അത് കൂടുതൽ സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പകുതിയല്ല കുറച്ചേ വലിയുള്ളൂ. അത് ഒരു മഴ ഇങ്ങനെ വന്നപ്പോ മഴ ഒരു അതുകൊണ്ട് സുഖമുണ്ട്. കഴിഞ്ഞോ?